ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുമി കിഡ്സിലേക്ക് സ്വാഗതം. പൂമ്പാറ്റകളെ പോലെ പാറി നടക്കുന്ന നിങ്ങളുടെ ലോകത്തേക്ക് കഥകളും പാട്ടുകളും പല കളികളുമായിട്ടാണ് സുമി കിഡ്സ് വരുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഇന്ന് നമ്മൾ 4 കൂട്ടുകാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഏതൊക്കെയാ കൂട്ടുകാരെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും റെഡിയാണോ? ശരി, അപ്പൊ നമുക്ക് നോക്കിയാലോ? ആരാണിത്? ഏത് ലെറ്ററാ? എ എന്ന കൂട്ടുകാരനാണ് ഇതല്ലേ? എ എന്ന ഈ കൂട്ടുകാരനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? അറിയാമല്ലേ? എന്നാ ഒച്ചത്തിൽ പറഞ്ഞേ, ഈ കൂട്ടുകാരന്റെ പേരെന്താ? ആ, എ അല്ലേ? ഇനി നമുക്ക് അടുത്ത കൂട്ടുകാരൻ ആരാണെന്ന് നോക്കിയാലോ? ദേ വരുന്നു. ഇതാരാ? ആ, എല്ലാവരും ഒച്ചത്തിൽ പറഞ്ഞേ. ബി അല്ലേ? ബി പറഞ്ഞേ. ബി. ഇനി അടുത്ത കൂട്ടുകാരൻ ആരാന്ന് നമുക്ക് നോക്കാം. ദേ ഓടി വരുന്നു. സി. ആരാണ്? സി പറഞ്ഞേ. സി. അടുത്തതോ ഡി. ആരാണ്? ഡി അല്ലേ? അപ്പോ ആരൊക്കെയാ? എ, ബി, സി, ഡി അല്ലേ? അപ്പോ നമുക്ക് ഈ കൂട്ടുകാരെ ഓരോരുത്തരെയായിട്ടും പരിചയപ്പെട്ടാലോ? ശരി, അപ്പോ ഇതാരാണെന്നാ നമ്മൾ പറഞ്ഞത്? ഈ കൂട്ടുകാരന്റെ പേരെന്താ? ആ, എ അല്ലേ? അപ്പോ ഞാനേ നിങ്ങൾക്ക് ഒരു കുഞ്ഞു 2 വരി പാട്ട് പാടിത്തരാം. അപ്പൊ നിങ്ങളെ എന്റെ കൂടെ ചൊല്ലാമോ? ശരി. The name of the letter is A. പാടിയേ. The name of the letter is A. The sound of the letter is A. എന്താണ്? Or A. ഒന്നും കൂടി പാടാം. The name of the letter is A. The sound of the letter is A. Or A. എല്ലാവരും കൂടെ ചൊല്ലിയോ? ആ, എന്നാ നമുക്ക് എ കൊണ്ട് തുടങ്ങുന്ന ചില വേർഡ്സുകളൊക്കെ നിങ്ങൾക്ക് അറിയാമോ? അ എന്നുള്ള സൗണ്ടും എ എന്നുള്ള സൗണ്ട് കൊണ്ടും തുടങ്ങുന്ന വേർഡ്സ്. അതാണ് A4 എന്ന് നമ്മൾ പറഞ്ഞിട്ട് തുടങ്ങൂലേ? അതേതൊക്കെയാ? നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ ഒന്ന് പറഞ്ഞേ. ഉച്ചത്തിൽ പറഞ്ഞേ, എനിക്കിവിടേക്ക് കേൾക്കുന്നില്ല. ആരാണീ വരുന്നത്? ഇതാരാ? ആൻഡ്. ആൻഡ് എന്താണ്? ആൻഡ് അല്ലേ? A for ant. ആൻഡ് അല്ലേ? ആൻഡ് ഓടിപ്പോയി. എവിടേക്കായിരിക്കും ആൻഡ് ഓടിപ്പോയിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം കേട്ടോ. ഇനി അടുത്തത് A4. ഇനി എന്താ പറഞ്ഞേ? എല്ലാ
നിങ്ങൾക്ക് ഇഷ്ടാണോ? എല്ലാവർക്കും ഇഷ്ടാണോ ആപ്പിൾ? ആ ശരി, അപ്പൊ ഇത് A for apple അല്ലേ? അപ്പോ ഇപ്പോ നിങ്ങൾ ഒരു ആപ്പിൾ ട്രീ കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലേ? അയ്യോ, ആപ്പിൾ ട്രീന്ന് ഒരു ആപ്പിള് വീണുപോയി. അമ്പടാ, ആപ്പിൾ ട്രീന്ന് വീണ ആപ്പിൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആന്റ് നേരത്തെ ഓടിപ്പോയത്. ഇപ്പൊ മനസ്സിലായോ ആന്റ് എവിടേക്കാ ഓടിപ്പോയതെന്ന്? അപ്പൊ പറഞ്ഞേ, ആപ്പിൾ, ആന്റ് അല്ലേ? ഇനി നമുക്ക് A for വേറെ എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയാവുന്നത്? ഇതെന്താ? ആലിഗേറ്റർ. ആലിഗേറ്റർ കണ്ടോ? ആലിഗേറ്റർ. അലിഗേറ്ററിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയാ നിങ്ങൾ കണ്ടിട്ടുള്ളത്? നമ്മള് സൂലൊക്കെ പോകുമ്പം കാണാല്ലേ, വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് അലിഗേറ്റർ. പേടിയാവല്ലേ കണ്ടാല്? ശരി, അപ്പോ നമ്മള് എന്നുള്ള സൗണ്ട് വെച്ചിട്ട് A ഫോറുള്ള കുറച്ച് വേർഡ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മള് A എന്ന ലെറ്ററിന് വേറൊരു സൗണ്ടും കൂടെ ഇല്ലേ? അതേതാ? A അല്ലേ? A. ഇതാരായി വരുന്നത്? എയർപ്ലെയിൻ. കണ്ടോ? കണ്ടോ? എയർപ്ലെയിൻ. എയർപ്ലെയിൻ. എയർപ്ലെയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആകാശത്തൂടെ പോകുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ? അപ്പോ എയർപ്ലെയിൻ കണ്ടോ? ഇനി നിങ്ങൾ എൻ്റെ മക്കളെ എന്ത് ചെയ്യണം? എന്ന സൗണ്ടിലും എ എന്ന സൗണ്ടിലും തുടങ്ങുന്ന വേർഡ്സ് കണ്ടെത്തണം കേട്ടോ. ഇപ്പൊ നമ്മള് A എന്ന കൂട്ടുകാരനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാനുള്ള കൂട്ടുകാരൻ ഏതാ? പറഞ്ഞേ. B അല്ലേ? B എന്ന കൂട്ടുകാരനെ കുറിച്ച് നമുക്ക് ഒന്ന് വിശദമായി പരിചയപ്പെട്ടാലോ? ശരി, അപ്പോ നേരത്തെ നമ്മൾ പാടിയ പോലെ 2 വരി പാട്ടിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ചൊല്ലണം. റെഡിയല്ലേ? ശരി. The name of the letter is B. പാടിയേ. The name of the letter is B. The sound of the letter is B. എന്താണ്? B. കണ്ടോ? അപ്പോ നമുക്ക് B എന്ന സൗണ്ടിൽ തുടങ്ങുന്ന വേർഡ്സ് ഒന്ന് പറഞ്ഞു നോക്കിയാലോ? അപ്പൊ നിങ്ങളുടെ ചുറ്റും കാണുന്ന B എന്ന സൗണ്ടിൽ കാണുന്ന വേർഡ്സും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. B for പറഞ്ഞേ. ഇതെന്താ? ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ അല്ലേ? നിങ്ങളുടെ വീട്ടില് ബട്ടർഫ്ലൈ ഉണ്ടോ? എവിടെയാ ബട്ടർഫ്ലൈനെ നമ്മൾ എപ്പോഴും കാണാറുള്ളത്? പൂന്തോട്ടത്തിലൊക്കെ പൂവിൽ കയറി പാറി നടക്കുന്ന ബട്ടർഫ്ലൈനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? അതെന്താ? ബട്ടർഫ്ലൈ അല്ലേ? ഇനിയോ? ഇനി B for വേറെന്തൊക്കെയാ നിങ്ങൾക്ക് അറിയാവുന്നത്? ബലൂൺ. ബലൂൺ. ബലൂണ് നിങ്ങൾക്ക് ഇഷ്ടാണോ? ഇഷ്ടാണല്ലേ? അപ്പോ അത് ബ എന്നുള്ള സൗണ്ട് ഉണ്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് B for
ഇനിയോ? ഇനി B for എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയുന്നത്? B for ball. Ball. എന്താണ്? Ball അല്ലേ? Ball. അപ്പോ നിങ്ങൾ ബോൾ കൊണ്ട് കളിക്കാറുണ്ടോ? കളിക്കാറുണ്ടല്ലേ? ഇനി ഇപ്പൊ നമ്മള് A എന്ന കൂട്ടുകാരനെ കുറിച്ചും B എന്ന കൂട്ടുകാരനെ കുറിച്ചും പറഞ്ഞു. ഇനി നമ്മൾ പറയാനുള്ള അടുത്ത കൂട്ടുകാരൻ ആരായിരുന്നു? ഒച്ചത്തി പറഞ്ഞേ. C അല്ലേ? C എന്ന കൂട്ടുകാരനെ നമുക്ക് പരിചയപ്പെടാം. ശരി. അപ്പോ C എന്ന കൂട്ടുകാരനെ കുറിച്ച് നമുക്കൊരു പാട്ട് പാടണ്ടേ? അപ്പൊ എല്ലാവരും പാടിക്കേ. The name of the letter is C. The sound of the letter is K. Or കണ്ടോ? ഒന്നും കൂടി പാടി നോക്കിയാലോ? The name of the letter is C. The sound of the letter is K. Or പാടിയോ? അപ്പൊ നമുക്ക് C ഖ എന്ന സൗണ്ടിലും തുടങ്ങുന്ന കുറച്ച് വേർഡ്സുകൾ പറഞ്ഞു നോക്കിയാലോ? അപ്പൊ പറഞ്ഞേ. C for ഇതെന്താ? കാർ അല്ലേ? കാർ. എന്താണ്? കാർ അല്ലേ? അപ്പോ ഇനി നമ്മൾ സിയിൽ തുടങ്ങുന്ന വേറൊരു വേർഡും കൂടെ നിങ്ങൾ പറഞ്ഞേ. ഇതെന്താ? cow അല്ലേ? cow അല്ലേ? ഇനി നിങ്ങൾക്ക് വേറെ എന്താ അറിയാവുന്നത്? C for ഇതെന്താ? കേക്ക്. എന്താണ്? കേക്ക്. കേക്ക് അല്ലേ? കേക്ക് നിങ്ങൾക്ക് ഇഷ്ടാണോ? എല്ലാവർക്കും ഇഷ്ടാണല്ലേ കേക്ക്? അപ്പോ അതെന്താണ്? കേക്ക്. ഇനി നമുക്ക് സിക്ക് വേറെ ഒരു സൗണ്ടും കൂടെ ഉണ്ടല്ലോ. കൂടാതെ പറഞ്ഞേ, അതേതാ? എന്നുള്ള സൗണ്ടും കൂടെ ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഇതേതാ ഷേപ്പ്? സർക്കിൾ. എന്താണ്? സർക്കിൾ. അപ്പോ C for circle. C for circle അല്ലേ? circle അല്ലേ? അപ്പോ നമ്മളിപ്പോ A കുറിച്ചും B കുറിച്ചും C കുറിച്ചും പറഞ്ഞു. ഇനി ബാക്കിയുള്ള ഒരാളും കൂടെ ഉണ്ടല്ലോ. അതാരാ? പറഞ്ഞേ. ദേ വരുന്നു D. ആരാണ്? D. അപ്പൊ നമുക്ക് ഈ Dയെ പരിചയപ്പെടാം. കണ്ടോ? Dയെ കുറിച്ചുള്ള ആ പാട്ട് നമുക്ക് എന്നാ പാടാം. The name of the letter is D. The sound of the letter is D. അല്ലേ? എന്താണ്? D അല്ലേ? അപ്പൊ നമുക്ക് D എന്നുള്ള സൗണ്ടിൽ തുടങ്ങുന്ന കുറച്ച് വേർഡ്സ് പറഞ്ഞാലോ? എല്ലാവരും റെഡിയാണോ? ശരി. എന്നാ പറഞ്ഞോ, വേഗം പറഞ്ഞേ.
ഇതെന്താ? Dog. D, d, dog. D, d, dog. അല്ലേ? ഇനിയോ വേറൊരു വീട് പറഞ്ഞേ. ഇതാരാ? D, d, dinosaur. D, d, dinosaur. Dinosaur ആണല്ലേ? ഡൈനോസറിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? നമ്മള് ഫോട്ടോയിലൊക്കെയാണ് നമ്മള് ഡൈനോസറിനെ കണ്ടിട്ടുള്ളതല്ലേ? ഇപ്പൊ ഡൈനോസർ നമ്മുടെ ഭൂമിയിൽ ഇല്ല. അപ്പോ ഡൈനോസർ. ഇനിയോ D for doll. Doll. Doll അല്ലേ? doll. നിങ്ങൾ doll കൊണ്ട് കളിക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലേ? ശരി. അപ്പൊ നമ്മളെ 4 കൂട്ടുകാരെ കുറിച്ച് പറഞ്ഞു. നമ്മൾ പറഞ്ഞ 4 കൂട്ടുകാരിതാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. ഇവരെവിടെയാ നിൽക്കുന്നത്? ഒരു ബസ് സ്റ്റോപ്പിലാണല്ലേ? ഒരു മഞ്ഞ സൈൻ നിങ്ങൾ കാണുന്നുണ്ടോ? അത് ബസ് സ്റ്റോപ്പിലാണല്ലേ? എന്തിനായിരിക്കും ഈ 4 കൂട്ടുകാർ ഇവിടെ നിൽക്കുന്നത്? നോക്കി. ആരാണീ വരുന്നത്? ABCD എന്ന കൂട്ടുകാരുടെ വേറെ കൂട്ടുകാരാണ്. അവരെവിടേക്കോ ട്രിപ്പ് പോവാണെന്ന് തോന്നുന്നുണ്ടല്ലേ? അപ്പോ ഇവരും കൂടെ പോകുന്നുണ്ടാവും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഇവരെവിടേക്കാ പോയിട്ടുണ്ടാവുക എന്നുള്ളത്. ശരിട്ടോ? അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.